കുട്ടികളെ, കുട്ടിപ്പട്ടാളം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ ചാനലിൽ ഇന്ന് എന്താണ് ഡിബേറ്റ്, എന്താണ് വാഗ്വാദം എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു ടോക്ക് തരുന്നത്. അപ്പം നമ്മൾ വാഗ്വാദം എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും, ഗുണങ്ങളും ദോഷങ്ങളും, അതായത് അതിൻ്റെ ബൂൺ ഓർ ബെയിൻ എന്ന് പറയുന്ന അനുഗ്രഹമാണോ ശാപമാണോ എന്ന രീതിയിൽ നമ്മൾ അതിനെ രണ്ട് ടീമായിട്ട് മാറിയിട്ട് സംസാരിക്കും. ഇതിൽ ആരാണോ കൂടുതൽ പോയിന്റ്സ് പറയുന്നത് അവർക്കാണ് അന്തിമ വിജയം. അതാണല്ലോ വാഗ്വാദം. അപ്പോൾ ചിലപ്പോൾ ഒരു ടീമിൽ രണ്ട് പേരായിരിക്കാം അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയുന്നത്. അപ്പം ഇന്ന് അതിന് ഒരു ഉദാഹരണമായിട്ട് സോഷ്യൽ മീഡിയയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഒരു ബൂൺ ഓർ ബെയിൻ എന്നുള്ളത്, ഫസ്റ്റ് ആദ്യമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഒരു ബൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹമാണെന്നുള്ളത് പറഞ്ഞു നോക്കാം. എങ്ങനെ പറഞ്ഞു നോക്കാം? അപ്പോൾ ആശയവിനിമയം എന്നത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതിനുള്ളൊരു മാധ്യമമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയാണ് നമ്മൾ കാണുന്നത്. സോഷ്യൽ മീഡിയയാണ് അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പത്രം, TV, റേഡിയോ എന്നിവയായിരുന്നു മുൻകാലങ്ങളിൽ നമ്മുടെ ആശയവിനിമയത്തിൻ്റെ നെടുന്തൂണായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വാട്സപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ത്രെഡ്സ് ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ലോകമേ തറവാട് എന്ന ആശയത്തെ അന്വർത്ഥമാക്കുന്നതാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ സ്ഥാനം. ഒരാൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ സെക്കൻഡുകൾക്ക് ലഭ്യമാക്കാൻ ഈ സോഷ്യൽ മീഡിയ ഇന്നത്തെ ലോകത്ത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ ഇതെല്ലാം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇന്ന് സോഷ്യൽ മീഡിയ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമുക്കറിയാം, കോവിഡ് കാലത്ത് വിദ്യാഭ്യാസ സമ്പ്രദായം ഓഫ്ലൈനിൽ നിന്നും ഓൺലൈനിലേക്ക് മാറിയിരുന്നു. അങ്ങനെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഈ സോഷ്യൽ മീഡിയയുടെ വ്യാപനം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തെ കുതിച്ചുചാട്ടത്തിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും അതിന് കമ്പോളം ഒരുക്കുന്നതിനും സോഷ്യൽ മീഡിയയുടെ പങ്ക് നിസ്തുലമാണ്. ഇന്ന് വിനോദം, കച്ചവടം എന്നിവയ്ക്ക് സോഷ്യൽ മീഡിയ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അതുകൊണ്ട് ഇതിനെ അനുഗ്രഹമാണ് എന്ന് പറയാം. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ ഇതൊരു ശാപമാണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.